ന്യൂസിലാൻഡിനെതിരായ മോശം പ്രകടനത്തിന് പിന്നാലെ സഞ്ജുവിന്റെ ലോകകപ്പ് ടീമിലെ സ്ഥാനം ഇപ്പോൾ വലിയ തോതിൽ കായിക രംഗത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും പരിശോധിക്കുന്നു, സഞ്ജുവിന് സീറ്റില്ലേ? സഞ്ജുവിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായിട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കം സഞ്ജുവിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. പരിഹാസ ട്രോളുകളെ പ്രതിരോധിക്കാൻ സഞ്ജു ആരാധകരും സജീവമാണ്. നമ്മുടെ കിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിലാഫെ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരായ T20 മത്സരത്തിൽ ആകെ നിരാശയായിരുന്നു സഞ്ജു. 10-6-0 അല്ലേ? അപ്പം ടീമിന് ആവശ്യമായ ഘട്ടത്തിൽ ഒരു മത്സരത്തിലും താരത്തിന് കഴിവിനൊത്തൊരു പ്രകടനം പുറത്തെടുക്കാനായില്ല. അപ്പം സഞ്ജുവിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കിലാഫ്? ഇപ്പോഴത്തെ വിമർശനങ്ങളെയൊക്കെ താരം എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? സേതു, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു പരമ്പരയിൽ സഞ്ജുവിൻ്റെ ഒരു മോശം പ്രകടനം തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്, സമ്മതിക്കേണ്ടതുമാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ സഞ്ജു പല ആവർത്തിയും ഈ ഒരു മോശം പ്രകടനത്തിലൂടെ പോയാലും വൻപൻ തിരിച്ചുവരവാണ് താരം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു തിരിച്ചുവരവായിരിക്കും അടുത്ത മത്സരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ താരത്തിന് ഇതിൽ നമുക്ക് എടുത്തു പറയാവുന്നത് ഈ 2020-ലെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ലോകകപ്പിലാണ് ഒരു സെഞ്ചുറി നേടുന്ന. പിന്നീട് 22 ഇന്നിങ്സുകൾക്ക് ശേഷമാണ് താരം ഫോമിലേക്ക് എത്തുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ശുഭ്മാൻ ഗില്ലിൻ്റെയും ഫോം ഔട്ട് ആയപ്പോഴും ഇന്ത്യൻ ടീമിൽ സ്ഥാനമുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ സഞ്ജുവിനും ഈ ഒരു ടീമിൽ സ്ഥാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ലോകകപ്പിലേക്ക് എത്തുമ്പോൾക്ക് നമുക്ക് വേറൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് എന്ന രീതിയിൽ മാത്രമാണ് ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിലക് വർമ്മ വരുന്നതോടെ 3-ാം നമ്പറിലേക്ക് തിലക് വർമ്മ തിരിച്ചെത്തും. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരങ്ങളിലെ ഇഷാൻ കിഷന്റെ പ്രകടനം സഞ്ജുവിന് വെല്ലുവിളിയാണെങ്കിലും ഒരു ബാറ്റിംഗ് ഓപ്പണർ, അതായത് കൃത്യമായ ഒരു ബാറ്റിംഗ് ഓപ്പണർ എന്ന രീതിയിൽ തന്നെയാണ് സഞ്ജുവിനെ ഇപ്പോൾ ടീമിൽ പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ടീമിൽ ആ ഒരു സ്ഥാനനഷ്ടം, ചലനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരങ്ങളിൽ 0, അതേപോലെ തന്നെ അതിനു മുമ്പത്തെ മത്സരത്തിൽ 6, അതിനു മുമ്പത്തെ മത്സരത്തിൽ 10 ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി എന്നത് നമുക്കറിയാവുന്നത് തന്നെ വലിച്ചടിക്കുക. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സഞ്ജു അടക്കം പറഞ്ഞിട്ടുണ്ട്, താരം ബോളിനെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ബാറ്റ് ചെയ്യുക എന്നതാണ് ശൈലി. എന്നാലും വലിയ വിമർശനമാണ് ഈ സഞ്ജുവിനെ ഈ മോശം പ്രകടനത്തിൽ ടീമിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഉയരുന്നത്. ഈ ഒരു വിമർശനങ്ങൾ സൂര്യകുമാറിനെയോ അതുപോലെ തന്നെ ഗില്ലിനെയോ ഉൾപ്പെടുത്തുമ്പോൾ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ സഞ്ജു ഒരു PR തന്ത്രം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ടീമിൽ എത്തിയെന്ന രീതിയിലാണ് വിമർശനം വരുന്നത്. എന്നാൽ ദുർബല കണ്ണി, ലോകകപ്പ് ടീമിലെത്തുമ്പോൾ ദുർബല കണ്ണി. എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് അജിങ്ക്യ രഹാനെയും അതേപോലെ തന്നെ CSK ഉൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസികളും രംഗത്തെത്തിയിട്ടുണ്ട്. ബൗൺസ് ബാക്ക് എന്ന് ഒരു അടിക്കുറിപ്പോടെയാണ് ചെന്നൈ എത്തിയത്. എന്തായാലും ശരി. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസിലൻഡിനെതിരായ മോശം പ്രകടനത്തിന് പിന്നാലെ സഞ്ജുവിന്റെ ലോകകപ്പ് ടീമിലെ സ്ഥാനമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കിലാഫാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പലപ്പോഴും മോശം പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്, പക്ഷേ വൻ പവറോടുകൂടി താരം തിരികെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും ആ പവറോടുകൂടി തന്നെ സഞ്ജു, നമ്മുടെ സ്വന്തം സഞ്ജു തിരികെ വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെയും.